കോൺഗ്രസിനോടുള്ള എതിർപ്പിൽ നിന്നാണ് ഞാൻ ബി ജെ പിയിലേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പോൾ RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാക്കിയിട്ടുള്ളൊരു ഇമേജ് ഭയങ്കര ഭീകരവാദി, വൃത്തികെട്ടവൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുക. RSS ഉണ്ടാക്കിയതാണോ? RSS ഉണ്ടാക്കിയതല്ല, മറ്റുള്ളവരുടെ പ്രചരണം. അല്ല, അത് ഈ ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ CPM നടത്തിയൊരു പ്രചരണം, മുരളീധരൻ തിരുവനന്തപുരത്തുകാരനല്ല, പുള്ളിയെ കാണാൻ കോഴിക്കോട് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം നടത്തി. ആ കള്ളം ഒരു തവണയെ ആൾക്കാർ കബളിപ്പിക്കപ്പെടുള്ളൂ, നിരന്തരമായിട്ട് ഒരാൾ കബളിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ 2016 മുരളീധരൻ ഇവിടുത്തുകാരനല്ല, മുരളീധരനെ കാണണമെങ്കിൽ കോഴിക്കോട് പോകണം എന്ന് പറഞ്ഞത് തെറ്റായിരുന്നു എന്നുള്ളത് ജനങ്ങൾ 10 വർഷം കൊണ്ട് തിരിച്ചറിഞ്ഞു. കാരണം കേരളത്തിൽ ഒരു ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു എന്താ ഒരു കുറച്ചൊരു അതിനെ ഒരു എന്താ പറയേണ്ടത്, ഒരു മാന്യതയുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. ആ കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും ഒന്നാണ്, ഒരുമിച്ചാണ്. മാന്യമഹാജനങ്ങളെ, കേരള രാഷ്ട്രീയത്തിൽ എന്നും ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു നാടാണ് കണ്ണൂർ. ആ കണ്ണൂരിൻ്റെ ഭൂമികയിൽ നിന്നും ഉദിച്ചു വന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിലെ തെക്കേറ്റത്തെ മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നായ കഴക്കൂട്ടത്തെ പ്രതിനിധാനം ചെയ്ത് നിയമസഭാ അംഗമാണ്. കേരളത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയിലെ അധ്യക്ഷനായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു ശ്രീ വെള്ളാമള്ളി മുരളീധരൻ അഥവാ ശ്രീ വി മുരളീധരനാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. സാർ സ്വാഗതം. നമസ്കാരം. സാർ, ഈ കണ്ണൂർ ആണ് ജനിച്ചു വളർന്നത്, തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ് പഠിച്ചത്. ഈ ശരിക്കും പറഞ്ഞാൽ വി മുരളീധരൻ എന്നൊരു രാഷ്ട്രീയക്കാരൻ ജനിക്കുന്നത് ആ കോളേജിൽ നിന്നാണോ, പഠനകാലത്താണോ? വാസ്തവത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴല്ല വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തനം തുടങ്ങുന്നത്. ഞാൻ അതിനു മുമ്പ് തലശ്ശേരി സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ കാലത്ത് സ്കൂൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വളരെ സജീവമായിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് കാലഘട്ടം തൊട്ട് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ട്. അതിനു മുൻപ് തന്നെ സജീവ പ്രവർത്തനത്തിലില്ലെങ്കിലും കാലിക വിഷയങ്ങളിൽ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. വളരെ വളരെ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ പത്രം വായിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം വീട്ടിൽ ഉണ്ട്? വീട്ടിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ല, പക്ഷേ പത്രം വീട്ടിൽ വരുത്തുമായിരുന്നു ആ കാലം തൊട്ട്. എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വീട്ടിൽ പത്രം വരുത്തുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നിരിക്കും, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ പത്രം വരുമായിരുന്നു. അപ്പോൾ 69 കോൺഗ്രസ്സിലെ പിളർപ്പൊക്കെ പത്രത്തിൽ ഹെഡ്ലൈനായിട്ട് വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇന്ദിരയെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ ഇത്. കാരണം കോൺഗ്രസിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയിരുന്നു 69. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തി, VV ഗിരി. അപ്പോൾ അതൊക്കെ ഞാൻ പത്രം വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരുപക്ഷെ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തായിരുന്നു. അന്നത്തെ കാലത്ത് ഈ പത്രം വായന വളരെ, അന്നത്തെ കാലത്തും അതിന് കുറേ കാലം പിന്നുവരെ പത്രം വായനയിലൂടെയാണ് പലരും വലിയ ഉന്നത ഉദ്യോഗസ്ഥരായത്, പല മേഖലകളിലേക്ക് എത്തപ്പെട്ടതൊക്കെ. അപ്പോൾ പൊതുവിജ്ഞാനം അതിലൂടെ ലോകത്തെ അറിയാം, നാടിനെ അറിയാം, എന്തൊക്കെ നടക്കുന്നു അങ്ങനത്തെ വിവരങ്ങൾ മനസ്സിലാക്കി അതിലൂടെ നിലപാടുകളുണ്ടായി. ഇത് ശരിയാണ്, ഇത് തെറ്റാണ് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ്. അപ്പോൾ അതിൽ നിന്ന് ക്രമേണ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ, എൻ്റെ കുടുംബം ആ നിലയിൽ അച്ഛനും ഒക്കെ ഒരു കോൺഗ്രസ് ചായ്വുള്ള കുടുംബത്തിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ക്രമേണ ജനസംഘം എന്ന് പറയുന്ന പാർട്ടിയോടുള്ള ആഭിമുഖ്യവും സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ വിദ്യാർത്ഥി പരിഷത്തിനോടുള്ള താല്പര്യവും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഞാൻ ABVP-യുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇടയ്ക്കൊന്ന് ചോദിച്ചു, പൊതുവേ സമൂഹം പൊതുവേ പലപ്പോഴും പറയാറുള്ളത് ഈ BJP പ്രവർത്തകർക്ക് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധം, ഒരു അടുപ്പം ഉണ്ടെന്നൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. ഇപ്പം ഇവിടെയും ഒരു കോൺഗ്രസ് ഫാമിലി അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചായവുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഒരു BJP പ്രവർത്തകൻ അല്ലെങ്കിൽ BJP നേതാവ് ഉണ്ടാകുന്നത്. അവിടെ ഒരു വലിയ വ്യത്യാസമില്ലാത്ത കോൺഗ്രസിനോടുള്ള എതിർപ്പിൽ നിന്നാണ് ഞാൻ BJP-യിലേക്ക് വരുന്നത്. അങ്ങനെയാണ്. അതായത് കോൺഗ്രസിൻ്റെ നോടുള്ള താല്പര്യത്തിൽ നിന്ന് BJP-യിലേക്ക് വന്നതല്ല. ശരി. കോൺഗ്രസിൻ്റെ അന്നെടുത്ത സമീപനങ്ങളോടും
കാരണം സമീപനം എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ എന്നെ സംബന്ധിച്ചോളം സംഘടനാ നിലപാടുകൾക്കെതിരായിട്ട് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി തന്നെ സംഘടനയ്ക്കെതിരായിട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതൊരു ശരിയായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള നിലപാടല്ല എന്ന് എനിക്ക് അന്ന് തോന്നി. ആ പ്രായത്തിൽ തന്നെ അവസാനം തോന്നുന്നു. അതെ, കാരണം ഒരു സംഘടനയുടെ ഏറ്റവും ഉയർന്ന ആൾ തന്നെ ആ സംഘടന നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടി പങ്കാളിയായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനമെടുത്തത്. എനിക്ക് ഓർമ്മയുണ്ട് ആൾക്കാർ. അന്നത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സഞ്ജീവ റെഡ്ഡി ആയിരുന്നു ഔദ്യോഗിക സ്ഥാനാർത്ഥി. കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനമെടുത്ത് നോമിനേഷൻ കൊടുക്കുന്നു. അതിനുശേഷം വി ഗിരി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ പ്രേരണയിലാണ്. അതിനുശേഷം ഇന്ദിരാഗാന്ധി മനസാക്ഷി വോട്ടിനുള്ള ആഹ്വാനം നടത്തുന്നു. അങ്ങനെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിലും അതുപോലെ MLA-മാരുമാണല്ലോ വോട്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ പറയുന്നു, എൻ്റെ സംഘടനയെടുത്ത തീരുമാനത്തിന് പകരം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിലൊരു എന്താ വൈരുദ്ധ്യം എനിക്ക് തോന്നി. അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസിനോടുള്ള താല്പര്യത്തിൽ നിന്ന് മാറി. പിന്നീട് ഞാൻ കുറച്ചു കാലം എൻ്റെ മനസ്സിൽ സംഘടന കോൺഗ്രസിൻ്റെ മൊറാർജി ദേശായി ഈ ആൾക്കാരുടെ നിലപാടുകളാണ് ശരി എന്നുള്ള ഒരഭിപ്രായത്തിലായിരുന്നു. പക്ഷെ അവർക്ക് സംഘടനാ പ്രവർത്തനവും ആളുകളും ഒന്നുമില്ല, സ്കൂളുകളിലൊന്നുമില്ല. അന്ന് കെ സുധാകരൻ NSO എന്ന് പറയുന്ന സംഘടനാ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു. കണ്ണൂർ തന്നെ. എന്നാൽ അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം പിന്നീടാണ് കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നത്. അദ്ദേഹം ആദ്യം സംഘടനാ കോൺഗ്രസ് ആയിരുന്നു. സംഘടനാ കോൺഗ്രസിൻ്റെ സംസ്ഥാന വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ കെ സുധാകരനെ അക്കാലത്ത് കണ്ടിട്ടൊന്നുമില്ല. കെ സുധാകരനെ പിന്നീട് ഞാൻ അറിയുന്നത് അടിയന്തരാവസ്ഥയിൽ കെ സുധാകരൻ ജയിലിൽ കിടന്ന ആളാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ബ്രണ്ണൻ കോളേജിൽ, അന്ന് ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുകയാണ്, പ്രീ ഡിഗ്രി കഴിയുന്ന ഘട്ടത്തിലാണ് 77 എമർജൻസി ലിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രണ്ണൻ കോളേജിൽ എമർജൻസിക്കെതിരായിട്ട് സമരം ചെയ്ത് ജയിലിൽ പോയ 2 ആളുകളുണ്ടായിരുന്നു. ഒന്ന് ABVP-യുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള AK നാരായണൻ, പിന്നെ കെ സുധാകരൻ. ഇവർക്ക് 2 പേർക്കും ഞങ്ങൾ SFIയും ഞങ്ങളും ചേർന്നിട്ട് സ്വീകരണം കൊടുത്തിരുന്നു. അന്ന് നിങ്ങളെല്ലാവരും ഒന്നായി. അന്ന് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ്. മാത്രമല്ല 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ബ്രണ്ണൻ കോളേജിൽ SFIയും ABVPയും സംയുക്തമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഞങ്ങൾക്ക് 2 സീറ്റ്, അവർക്ക് 6-7 സീറ്റ്. ഞങ്ങളങ്ങനെ ABVP ആദ്യമായിട്ട് ബ്രണ്ണൻ കോളേജിൽ ജയിക്കുന്നത് SFIയുടെ കൂട്ടുകെട്ടിലൂടെയാണ്. കാലത്ത് അങ്ങനെയുള്ള ചരിത്രമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ബ്രണ്ണൻ കോളേജിന്റെ ഒരു ചരിത്രം പറയുമ്പോൾ ഈയിടക്കാലത്ത് വലിയ ചർച്ചയായിരുന്നു. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സാറ് അവിടെ പഠിച്ചതും അവിടെ ഊരി പിടിച്ച വാളിന് നേരെ. അന്ന് AK ബാലൻ സുധാകരൻ്റെ തൊട്ട് സീനിയറാണ്. പിണറായി വളരെ കാലം മുമ്പാണ്. പിണറായി ഞങ്ങളായിട്ടൊന്നും ആ കാലഘട്ടത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അദ്ദേഹം 71 മറ്റോ ബ്രണ്ണൻ കോളേജിൽ കഴിഞ്ഞു. AK ബാലന് 74 കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. 74-ലോ 73-ലോ ആണ്. സുധാകരൻ 75-77 PG ആയിരുന്നു. ആ കാലഘട്ടത്തിലായിരിക്കും നിങ്ങൾ. ഞാൻ 75 പ്രീ ഡിഗ്രിയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 5-6 വർഷത്തെ വ്യത്യാസമുണ്ട്. എങ്കിലും ഒരേ കാലത്തിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പഠിക്കുന്നില്ല. അദ്ദേഹം കോളേജ് ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹം അറസ്റ്റിലായി. ഞാൻ അപ്പോഴാണ് പ്രീ ഡിഗ്രിക്ക് വരുന്നത്. പ്രീ ഡിഗ്രിയുടെ 2 വർഷം പൂർത്തിയാകുമ്പോഴാണ് പുള്ളിയെ ജയിലിൽ നിന്ന് വിടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് വിമോചിതരായ വിദ്യാർത്ഥി നേതാക്കൾക്ക് സ്വീകരണം എന്നുള്ള നിലയിൽ ABVPയും SFIയും, അന്ന് സുധാകരൻ SFI അല്ല എങ്കിൽ പോലും സംഘടനാ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അന്ന് അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായിരുന്നതാണ് എൻ്റെ ഓർമ്മ. അന്ന് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തിരുന്നു ഞങ്ങളെല്ലാവരും കൂടി. ഈ പിൽക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പല മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു നിങ്ങളെല്ലാവരും. ആ അന്നത്തെ ഒരു ബന്ധവും സൗഹൃദവും ഒക്കെ ഉണ്ടോ ഈ രാഷ്ട്രീയത്തിനപ്പുറം, ആദർശങ്ങൾക്കപ്പുറം? തീർച്ചയായിട്ടും ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുണ്ട്. അതേസമയത്ത് ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് വളരെ കൂടുതലൊന്നും കാണാനുള്ള അവസരങ്ങളില്ല. എങ്കിലും കാണുമ്പോൾ പഴയ പരിചയം പുതുക്കുകയും സൗഹൃദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യും. കാരണം നമ്മുടെ ബാല്യത്തിലുള്ള അല്ലെ കൗമാരത്തിലുള്ള ചില അല്ല, ഞങ്ങൾ ഞാനും ഇവരുമായിട്ട് സെയിം ഏജ് ഗ്രൂപ്പോ സെയിം പീരീഡോ അല്ല. അതുകൊണ്ട് അങ്ങനത്തെ സൗഹൃദമല്ല. ഇവരോടുള്ള ഒരു ബഹുമാനം എന്നുള്ള നിലയിലുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ
AK ബാലനെയൊക്കെ പിന്നീടാണല്ലോ ഞാൻ പരിചയപ്പെടുന്നത്. പേഴ്സണലായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലത്താണ്. അപ്പോൾ ആ കാലത്ത് അവരൊക്കെ ആ കോളേജിൽ പഠിച്ചു, നിലപാട് സമാനമായിട്ടുള്ള നിലപാട് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഇതാണ്. പഠനം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പൊതുപ്രവർത്തനമാണ് സാറിൻ്റെ മേഖലയെന്ന് ഒരു തീരുമാനം എടുക്കുന്ന ഒരു ടൈം ഉണ്ടാവും? അങ്ങനെയല്ല, അത് വാസ്തവത്തിൽ ഞാൻ വിദ്യാർത്ഥി ജീവിതം പൂർത്തിയായി, ഡിഗ്രി പൂർത്തിയായി പരീക്ഷ എഴുതി ഒരാഴ്ചക്കകം എനിക്ക് സർക്കാർ ജോലി കിട്ടി. ഡിഗ്രി എന്തായാലും സബ്ജക്റ്റ് സാർ? ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷായിരുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ജോലി കിട്ടി. ആ കാലത്ത് അതിനുള്ള സാധ്യത ഞാൻ PSC പരീക്ഷ എഴുതിയിട്ട്. അതന്നെ, കാരണം ആ കാലത്ത് പഠനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. തൊഴിൽ അല്ല, ധാരാളം ആൾക്കാർക്ക് ജോലി കിട്ടാതുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ PSC പരീക്ഷ എഴുതി. കാരണം എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം എൻ്റെ അച്ഛൻ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മരിച്ചു. അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ മാത്രമായിരുന്നു വീട്ടിലുള്ളത്. പിന്നെ ഞാനാണ് മൂത്ത മകൻ. അപ്പോൾ എനിക്ക് കുടുംബത്തിനോടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഒരു ജോലി വേണം എന്നുള്ളത് പഠിക്കുന്ന കാലം തന്നെ എനിക്ക് ഉള്ള എൻ്റെ മുകളിലുള്ള ഒരു ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ പിന്നെ അത് പരീക്ഷ എഴുതി, PSC വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ഷനായി, അപ്പോയിൻമെൻ്റായി. ഒരാഴ്ചക്കകം ഡിഗ്രി കഴിഞ്ഞു, അപ്പോഴേക്കന്നെ എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു. ഒരാഴ്ചക്കകം ഞാൻ ജോയിൻ ചെയ്തു കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ LD ക്ലർക്കായിട്ട്. പക്ഷേ ഞാനൊരു 3-4 മാസക്കാലമേ അതിൽ തുടർന്നുള്ളൂ. അപ്പോഴേക്ക് തലശ്ശേരിയിലെ സംഘർഷം കാരണം ആ സംഘർഷത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നെ ഒരു വധശ്രമ കേസിൽ പ്രതിയാക്കിയിട്ട് അറസ്റ്റ് ചെയ്തു. കാരണം ഞാൻ ജീവിച്ച എൻ്റെ വീട് എന്ന് പറയുന്നത് CPMൻ്റെ വലിയ ശക്തി കേന്ദ്രത്തിലാണ്. അവിടെ ഒരു തരത്തിലുള്ള മറ്റ് ആശയങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയും അവിടെ നിൽക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് അക്കാലത്ത്. ഇപ്പോഴും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഒരാൾ അവിടെ ഇത്ര സജീവമായിട്ട്, അന്ന് ഞാൻ ABPയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പം ABP സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി, സർക്കാർ ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ ABP RSS എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് ആ സംഘടനയ്ക്കൊരു മാന്യതയാണ്. അപ്പോൾ അതൊരിക്കലും അനുവദിക്കാനില്ല എന്നുള്ള നിലയിൽ എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്ത് 2 മാസം ജയിലിലിട്ടു. ജാമ്യം കിട്ടാൻ 2 മാസം എടുത്തു. അന്ന് കേരളത്തിലെ മിനിസ്ട്രി നയനാർ മന്ത്രിസഭയുടെ കാലത്ത്. അപ്പോൾ ആ കാലത്ത് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയ ഒരു അറസ്റ്റായിരുന്നു. കാരണം എൻ്റെ അറസ്റ്റിനെ തുടർന്ന് EK നായനാർ ഡൽഹി പോയപ്പോൾ EK നായർ കേരള ഹൗസിൽ വെച്ച് ഡൽഹിയിലെ ABPക്കാർ ഘെരവ് ചെയ്തു. അങ്ങനൊരു സംഭവം ആ കാലത്ത് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുവരെ ഘെരാവോ നിയമപരമായിട്ടുള്ളൊരു സമരമാർഗമായിട്ട് അവരംഗീകരിച്ചിരുന്നു. ഈ അറസ്റ്റിന് ശേഷമാണ്, ഈ ഘെരാവോയ്ക്ക് ശേഷമാണ് അവർ പറഞ്ഞത്, ഘെരാവോയെ അവർ തള്ളി പറഞ്ഞു. നിയമാനുസൃതമായിട്ടുള്ളൊരു സമരമാർഗമാണ് എന്നുള്ളതായിരുന്നു ഘെരാവോനെ പറ്റിയിട്ട് അവരുടെ നിലപാട്. കാരണം തൊഴിലാളി സമരങ്ങളിൽ. പക്ഷേ നായനാർക്ക് തന്നെ ഘെരാവോ നേരിടേണ്ടി വന്നപ്പോൾ ഘെരാവോയെ അവർ തള്ളി പറഞ്ഞു. അതൊരു ന്യായമായ സമരമാർഗമല്ല. അദ്ദേഹത്തെ ഏതാണ്ട് 2 മണിക്കൂർ നേരം കേരള ഹൗസിലെ മുറിയിൽ പൂട്ടിയിട്ടു. അവസാനം ദേശീയോദ്ഗ്രഥന യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നായനാർ ഇവിടുന്ന് പോയത്. നായനാരവിടെ മീറ്റിങ്ങിന് എത്താതിരുന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് നായനാരകത്ത് പൂട്ടി കിടക്കുക. അന്ന് മുഖ്യമന്ത്രിമാർക്ക് ഈ പറഞ്ഞ സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു ഇന്നത്തെ കാലത്തെ പോലെ. മുഖ്യമന്ത്രി ആർക്കും പോയി കാണാം, കണ്ട് മുറി പൂട്ടിയിട്ട് ഈ ആൾക്കാർ പുറത്ത് കാവലിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ മുറി പൊളിച്ച് അകത്ത് കയറി ഇതൊക്കെ ഉള്ള സംഭവങ്ങൾ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സസ്പെൻഷനായി. 2 മാസം ജയിലിൽ കിടന്നപ്പോൾ സ്വാഭാവികമായിട്ട് സസ്പെൻഷനായതോടുകൂടി ഞാൻ പിന്നെ പൂർണ്ണസമയം സംഘടനാ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു. കേസ് നടന്നു, കേസ് തള്ളി, ജോലി എനിക്ക് തിരിച്ചു കിട്ടി. കുറച്ചു കാലം ഞാൻ ജോലിയിൽ തുടർന്നു. അപ്പോഴേക്ക് ഞാൻ ABPയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായി. പിന്നെ ഞാൻ ആ ജോലിയിൽ തുടർന്നില്ല. വേറെ ഉത്തരവാദിത്തങ്ങളായി. പിന്നെ സംഘടനാ പ്രവർത്തനത്തിൽ പൂർണ്ണ സമയത്തിലേക്ക് തിരിഞ്ഞു. എപ്പോഴെങ്കിലും ജോലി ആയിരുന്നു നല്ലതെന്ന് തോന്നിയിട്ടില്ല? പിന്നെ അല്ല, ജോലി ചെയ്യാൻ ഞാൻ അന്നത്തെ ഒരു വീട്ടിലെ സാഹചര്യ കാരണം ഞാൻ ജോലി സ്വീകരിച്ചതാണ്.
അല്ലായിരുന്നെങ്കിൽ എനിക്ക് പൊതുപ്രവർത്തനത്തിൽ തന്നെയായിരുന്നു താല്പര്യം. അതെ തന്നെ സാർ. അപ്പോൾ അപ്പോഴും ഈ കുടുംബത്തിനെ മാനേജ് ചെയ്യാന്നുള്ളൊരു ഉത്തരവാദിത്വം അപ്പോഴും നിലവിലുണ്ട്. ഒരു അപ്പോഴേക്ക് സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ സഹോദരിയുടെ വിവാഹമായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല. അച്ഛനില്ലാത്ത ഒരു കുടുംബത്തിൽ സഹോദരിയുടെ വിവാഹം എന്നുള്ളത് മൂത്ത മകൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ, ബാക്കിയുള്ളവരൊക്കെ അവരുടെ സ്വന്തം നിലയിൽ വളർന്ന് അവരും എന്നെപ്പോലെ തന്നെ എൻ്റെ 2 സഹോദരന്മാരും പഠിച്ച് പരീക്ഷ എഴുതി അവരൊക്കെ ഗവൺമെൻറ് സർവീസിൽ കയറി, 2 പേരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നില്ല. പിന്നെ മറ്റ് സാറിനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളുമായിട്ട് പിന്നെ സാറ് വളരുകയായിരുന്നു. അതെ അതെ അതെ. ഇവിടെ ഏത് ഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു ഫുൾ ടൈം നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ പാർട്ടി നമ്മളെ ഈ കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു വന്നത് എങ്ങനെയായിരുന്നു? അല്ല, അത് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഒരു രീതി. വിദ്യാർത്ഥി പരിഷത്തിൽ സജീവ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ സംഘടന തന്നെ നിങ്ങൾ സമയം കൂടുതൽ സംഘടനയ്ക്ക് വേണ്ടി നൽകണം. പിന്നെ ഈ RSSലെ പ്രചാരകൻ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. RSSൽ പ്രചാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതമില്ലാതെ പൂർണ്ണസമയം സമൂഹത്തിന് വേണ്ടിയിട്ടും സംഘടനയ്ക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഒരാൾ. അപ്പോൾ എന്ന് വെച്ചാൽ അയാൾക്ക് പിന്നെ പക്ഷപാതമില്ലാതെ സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിയും. സംഘടനയ്ക്ക് വേണ്ടി 24 മണിക്കൂറും അയാളുടെ ചിന്തയിൽ വേറെ കാര്യങ്ങളില്ല. സമയം എല്ലാവർക്കും, വീട്ടിൽ താമസിക്കുന്ന ആൾക്കും അല്ലാത്ത ആൾക്കും ഒക്കെ ഏതാണ്ട് ഒരുപോലെയായിരിക്കും. പക്ഷേ മുഴുവൻ സമയം പ്രവർത്തകൻ എന്ന് പറയുന്ന, പ്രചാരകൻ എന്ന് പറയുന്ന ഒരു രീതി, ആ രീതിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ കെട്ടുപാടുകളില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും. മുഴുവൻ സമയം ഇങ്ങോട്ട് തന്നെ മാറ്റിവെക്കാം. കുടുംബത്തിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ ആർക്കും അസുഖമായി ഹോസ്പിറ്റലിൽ പോകണമെന്നോ ബാക്കിയുള്ള കേസുകളൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആളുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ 81 എന്നോട് ഈ അറസ്റ്റൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ എന്നോട് അന്നത്തെ ABPയുടെ ചുമതലയുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ മുഴുവൻ സമയം പ്രവർത്തിക്കണം, അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറണം. അങ്ങനെ എൻ്റെ കേന്ദ്രം കോഴിക്കോടായി. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയപ്പോൾ എൻ്റെ കേന്ദ്രം തിരുവനന്തപുരം. അപ്പോൾ സംഘടനയാണ് തീരുമാനിക്കുന്നത് ഞാൻ എവിടെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ പ്രവർത്തകരാണ്. സംഘടന ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് കേന്ദ്രമായിട്ട് ആ നിശ്ചയിക്കുന്ന ചുമതല അനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. യഥാർത്ഥത്തിൽ സാർ കൂടുതൽ നാൾ ജീവിച്ചത് തിരുവനന്തപുരമാണ്. അതെ, കണ്ണൂരിൽ ഞാനൊരു എൻ്റെ പൊതുപ്രവർത്തന കാലത്തെ ഒരു 5-6 വർഷമേ ഉള്ളൂ. കാരണം ഞാൻ പ്രീ ഡിഗ്രി തൊട്ടുള്ള പൊതുപ്രവർത്തന കാലത്തെ സജീവമായിട്ട് കാണേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ കാലഘട്ടം ഒരു 4-5 വർഷം ജീവിച്ചിട്ടുള്ളൂ. പിന്നെ 81 തൊട്ട് ഞാൻ 2 വർഷം കോഴിക്കോട്, അതിനുശേഷം 83 തൊട്ട് ഇപ്പോൾ 43 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരമാണ്. അപ്പോൾ ആ നിലയിൽ എനിക്ക് ബന്ധം ജനിച്ചു കണ്ണൂരിൽ, പഠിച്ചു കണ്ണൂരിൽ എന്നുള്ളത് ഒഴിച്ചാൽ വളർന്നല്ല ഞാൻ തിരുവനന്തപുരത്താണ്. പലപ്പോഴും ഞാനും വി മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് കേട്ടു തുടങ്ങുമ്പോൾ തിരുവനന്തപുരംകാരനായിട്ടാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സാറിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടി വന്നപ്പോൾ ഞാനൊന്നും മനസ്സിലാക്കിയതാണ് തലശ്ശേരി. അല്ല, അത് ഈ ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ CPM നടത്തിയൊരു പ്രചരണം, മുരളീധരൻ തിരുവനന്തപുരത്തുകാരനല്ല, പുള്ളിയെ കാണാൻ കോഴിക്കോട് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം നടത്തി. ആ പ്രചരണം ഒരു തെരഞ്ഞെടുപ്പിൽ ഓടി. അടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സാർ പറഞ്ഞതുകൊണ്ട് എനിക്ക് ചോദിക്കാം, ഇപ്പോൾ സാറിൻ്റെ വിജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആലോചിക്കുമ്പോൾ പോലും കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ള മാർക്സിസ്റ്റ് നേതാവിൻ്റെ പരാജയവും സാറിനെ പോലുള്ളവർ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് സാർ മനസ്സിലാക്കിയിട്ടുണ്ട്? പല കാരണങ്ങളുണ്ടല്ലോ. ഒരു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിട്ടുള്ള അപജയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലായി വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് വളരെ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും ഒക്കെ പാർട്ടി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ക്രമേണ അതിൽ സാഹചര്യം അതിൽ വ്യത്യാസം വന്നു. VS പറഞ്ഞതുപോലെ വലതുപക്ഷ വ്യതിയാനം. ഈ വലതുപക്ഷ വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ബൂർഷ്വാ സംസ്കാരത്തിൻ്റെ ജീർണതകൾ, ആ ജീർണതകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിച്ചു. പണം ഉണ്ടാക്കുന്ന മറ്റു പല കാര്യങ്ങൾ, അധികാരം, ഇതിൻ്റെയൊക്കെ ജീർണതകൾ ആ പാർട്ടിയെ ബാധിച്ചപ്പോൾ ആ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ആളുകൾക്ക് ആ പാർട്ടിയോട് ഒരു അകൽച്ച തോന്നി തുടങ്ങി. അപ്പോൾ അവർ സ്വാഭാവികമായും അവർ വിശ്വസിക്കുന്ന
സംശുദ്ധമായിട്ടുള്ള ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളെക്കുറിച്ച് അവരന്വേഷിക്കും. അത് അദ്ദേഹത്തിനെതിരായി ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വികസനം 10 വർഷം, അദ്ദേഹം 15 വർഷക്കാലം ഈ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നു. 96-ൽ 5 വർഷവും പിന്നീട് 16 തൊട്ട് 26 വരെ. ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാനിപ്പോൾ പോകുന്ന എൻ്റെ എല്ലാ ദിവസവും ചെലവഴിക്കുന്നത് ആളുകൾ എൻ്റെ അടുത്ത് വരുന്ന പരാതികൾ, ഞങ്ങളുടെ നാട്ടിൽ റോഡില്ല, ഞങ്ങളുടെ നാട്ടിൽ വെള്ളമില്ല, ഞങ്ങളുടെ നാട്ടിൽ മാലിന്യമാണ്, 10 കൊല്ലമായിട്ട് പണി നടക്കുകയാണ്, പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ പണി പൂർത്തിയാക്കിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വികസനം എന്ന് പറയുന്നത് മുദ്രാവാക്യത്തിൽ മാത്രമായിപ്പോയി. വികസനം ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയില്ല. അപ്പോൾ ഇത് കാരണമുള്ളത്. ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ എന്നേക്കാൾ എത്രയോ മടങ്ങ് വ്യക്തിബന്ധങ്ങളുള്ള ഒരാൾ തന്നെയാണ്. ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. മാത്രമല്ല, ഞാൻ തിരുവനന്തപുരം കേന്ദ്രമാവുമ്പോഴും എൻ്റെ 30 ദിവസത്തിൽ ഒരു പരമാവധി ഒരു 6-7 ദിവസമായിരിക്കും ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ചെലവഴിക്കുന്നത്. ബാക്കിയുള്ള സമയത്ത് തിരുവനന്തപുരത്ത് വന്നു പോകുന്നു, ബാക്കി സമയം ഞാൻ ഇന്ത്യ മുഴുവനാണ് പ്രവർത്തിച്ചത്. ഞാൻ ഏതാണ്ട് 6ഉം 5ഉം 11ഉം ഒരു ഇത്രയും വർഷത്തിനിടയിൽ ഒരു 10-14 വർഷം ഞാൻ അഖിലേന്ത്യാ തലത്തിലാണ് പ്രവർത്തിച്ചത്. കാരണം 2 വർഷം ഞാൻ ABPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിച്ചു. 5 വർഷം ഞാൻ നെഹ്റു യുവ കേന്ദ്രയുടെ വൈസ് ചെയർമാനും ഡയറക്ടർ ജനറലായിട്ട് പ്രവർത്തിച്ചു. 5 വർഷം ഞാൻ മന്ത്രി. അപ്പോൾ ഒരു 12 കൊല്ലക്കാലം ഞാൻ തിരുവനന്തപുരം താമസിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ പ്രവർത്തന മേഖല ഇന്ത്യ മുഴുവൻ എടുക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഈ സാറിൻ്റെ ഈ 40 വർഷത്തെ ടൈമിൽ തന്നെയാണ് ഏതാണ്ട് BJP ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വളർന്നു വന്നത്. അപ്പോൾ BJPയും വി മുരളീധരനൊക്കെ ഒരുമിച്ച് വളർന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? അല്ല, അത് എന്ന് പറഞ്ഞാൽ അത് രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. എങ്കിലും കാരണം ദേശീയ തലത്തിലുള്ള പല കാരണങ്ങൾ, സംസ്ഥാനത്തെ പല സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് BJP വളർന്നത്. ഞാൻ പ്രായത്തിൽ ഇങ്ങനെ ക്രമേണ പ്രായം കൂടി വന്നപ്പോൾ ഞാനും വളർന്നു വേണം. അതിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള ഒരു വളർച്ച. അതെ, പാർട്ടിയോടൊപ്പം. അല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഒരു സംഘടനയിൽ, കാരണം ഇന്നത്തെ കാലത്ത് പാർട്ടികൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ധാരാളം സംഭവങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ്. BJPയിലേക്കും ആൾക്കാർ അങ്ങനെ വന്നിട്ടുണ്ട്, BJPയിൽ നിന്ന് ചിലരൊക്കെ അങ്ങനെ പോയിട്ടുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാശയത്തിൽ വിശ്വസിച്ച് ആ ആശയത്തിൽ തന്നെ അടിയുറച്ച് 40-45 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ ആശയത്തിൽ വിശ്വസിക്കുന്നതിലൂടെ പ്രവർത്തിക്കുക എന്നല്ലാതെ പദവികൾക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിച്ചത്. ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ രീതി തന്നെ മാറിപ്പോയി. ഇന്ന് പദവി നോക്കിയിട്ടാണ് ആൾക്കാർ ഈ പാർട്ടിയിൽ നിൽക്കണോ വേറൊരു പാർട്ടി പോകണോ എന്ന് തീരുമാനിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരിക്കലും ഒരു ചിന്തയേ ഉണ്ടായിട്ടില്ല. ഈ പദവി പോലും അതതിൻ്റെ സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നതല്ലാതെ അല്ലാതെ നമ്മൾ ഈ പദവി MLA ആവാൻ വേണ്ടിയിട്ടല്ല ഈ പാർട്ടിയിൽ ചേർന്നതോ മത്സരിച്ചതോ. പ്രസിഡൻ്റായ സമയത്ത് കേരളം മുഴുവൻ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടി ശ്രമിച്ചു എന്നല്ലാതെ ഒരു സ്ഥലത്ത് ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ആ കാലത്ത് ശ്രമിച്ചിട്ടില്ല. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ഘട്ടത്തിലാണ് ഞാൻ കഴക്കൂട്ടത്ത് ആദ്യമായിട്ട് മത്സരിക്കുന്നത്. കാരണം പ്രസിഡൻ്റായിട്ട് ഞാൻ മത്സരിച്ചിട്ടില്ല. പ്രസിഡൻ്റായ ഒഴിഞ്ഞതിന് ശേഷം മത്സരിച്ചു. അന്ന് ചെറിയ വോട്ടിന് തോറ്റു, 2ാം സ്ഥാനത്ത് വന്നു, ചെറിയ വോട്ടിന് തോറ്റു. അപ്പോൾ തോറ്റു കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. ഇവിടെ തന്നെ തുടർന്നും പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കേന്ദ്രമന്ത്രിയായപ്പോഴും ഇവിടെ തന്നെ പ്രവർത്തിച്ചു. അപ്പോൾ അത് ജനങ്ങൾ അതായത് ഈ കള്ളം പറയുമ്പോൾ ആ കള്ളം ഒരു തവണയെ ആൾക്കാർ കബളിപ്പിക്കപ്പെടുള്ളൂ. നിരന്തരമായിട്ട് ഒരാൾ കബളിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ 2016 മുരളീധരൻ ഇവിടുത്തുകാരനല്ല, മുരളീധരനെ കാണണമെങ്കിൽ കോഴിക്കോട് പോകണം എന്ന് പറഞ്ഞത് തെറ്റായിരുന്നു എന്നുള്ളത് ജനങ്ങൾ 10 വർഷം കൊണ്ട് തിരിച്ചറിഞ്ഞു. കാരണം തോറ്റു കഴിഞ്ഞതിന് ശേഷം ഞാൻ ജനപ്രതിനിധി അല്ലാതിരുന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് എന്നെ വിശ്വാസമായി. ഇപ്പോൾ കേരളത്തിലെ BJP ലക്ഷ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മോദി എഫക്റ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, പിന്നെ തീർച്ചയായിട്ടും ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് ഇവിടെ നിന്ന് വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി. ഈ 3 പേരെയും വെച്ച് നോക്കുമ്പോൾ ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ കേരള BJP രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ആരാണ്? ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി. കാരണം നരേന്ദ്രമോദിക്കുള്ള വോട്ട് BJPക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല.
ഇപ്പോൾ കേരളത്തിൽ നരേന്ദ്രമോദിക്ക് എത്ര വോട്ട് കിട്ടും? ജനങ്ങളോട് ചോദിച്ചു നൽകട്ടെ, നിങ്ങൾ നരേന്ദ്രമോദിയെ പിന്തുണക്കുന്നവരാരൊക്കെ? ചില സർവേകൾ കാണിച്ചിട്ടുള്ളത് ആ ശതമാനം ഏതാണ്ട് 30%. BJP ഇപ്പോഴും കഷ്ടിച്ച് 16% വോട്ടേ ഉള്ളൂ കേരളത്തിൻ്റെ മൊത്തത്തിൽ. കേരളത്തിൻ്റെ മൊത്തത്തിൽ നോക്കിയാൽ 16-15% മാക്സിമം BJP കിട്ടിയിട്ടുള്ളത് NDA എന്നുള്ള നിലയിൽ പോലും 20% വരെ എത്തിയിട്ടുള്ളൂ. പക്ഷെ നരേന്ദ്രമോദിക്ക് 30% വോട്ടുണ്ട്. അപ്പം നരേന്ദ്രമോദിയെ പിന്തുണക്കുന്ന എല്ലാവരും NDAയോ BJPയുടെയോ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നില്ല. ആളുകൾ പറയുന്നത് ഞങ്ങൾ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു, പക്ഷേ ഈ സ്ഥാനാർത്ഥി പോരാ. ഈ സ്ഥാനാർത്ഥിയെ അതെന്തുകൊണ്ടാണ് BJP അങ്ങനെ സ്ഥാനാർത്ഥിയെ കിട്ടാത്തത്? സ്വാഭാവികമാണ്. കാരണം കേരളത്തിൽ BJP, അതായത് ഒരു രാഷ്ട്രീയ നേതാവിന് ജനപിന്തുണ കിട്ടണമെങ്കിൽ ആ ആള് അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോഴേ ആൾക്കാർ പിന്തുണക്കാൻ തുടങ്ങുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ BJPക്കാരനായിട്ടുള്ള ഒരാളെ പബ്ലിക്കിൻ്റെ മുന്നിൽ അയാളില്ല, അയാൾ സംഘടനക്കകത്താണുള്ളത്. സംഘടനയ്ക്ക് വേണ്ടപ്പെട്ട ആളാണ്. പക്ഷേ കാരണം ജനങ്ങൾക്ക് ആ ആളെ സമീപിക്കേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങളുടെ ആവശ്യങ്ങളൊന്നും അയാൾ വിചാരിച്ചാൽ നടക്കില്ല. കാരണം കേരളത്തിൽ ഒരിക്കലും ഭരണത്തിലില്ല. കേന്ദ്രത്തിൽ പോലും ഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിന്ന ആളുകളായിരുന്നില്ല BJPക്കാർ ഇത്രയും കാലം. അപ്പം ജനങ്ങൾക്ക് സംഘടനാ പരിപാടികളിൽ വരുന്ന ആൾക്കാർ മാത്രമേ BJPക്കാരനെ കാണുള്ളൂ. ഇപ്പം തന്നെ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കഴക്കൂട്ടത്തെ റെസിഡൻസ് അസോസിയേഷനുകളുടെ പരിപാടികൾ നടക്കുമ്പോൾ, കഴക്കൂട്ടത്തെ ക്ഷേത്ര പരിപാടികൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ കഴക്കൂട്ടത്തെ പൊതുപരിപാടികൾ നടക്കുമ്പോൾ, ഇപ്പം ഞാൻ MLA എന്നുള്ള നിലയിൽ എന്നെ എല്ലാവരും വിളിക്കും. BJP ആണെങ്കിലും അല്ലെങ്കിലും മുൻ MLAയും വിളിക്കും. ഒരിക്കലും MLA ആയിട്ടുള്ള ഒരാളെ ഇല്ലാത്ത ഒരാളെ വിളിക്കുകയില്ല. പിന്നെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബന്ധം BJP സംഘടനാപരമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു ലെവലിലേ ഉള്ളൂ. ഇത് ഒരു സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാൾ, ഒരു മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാളുടെ അവസ്ഥയടക്കം ഇതാണ്. അപ്പോൾ ഇതൊന്നും അല്ലാത്തൊരു സാധാരണ BJP പ്രവർത്തകൻ അയാൾ ഒരു സ്ഥലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുമ്പോൾ ആ പ്രവർത്തനത്തിന് ജനങ്ങളുടെ ഇടയിൽ ഒരു അംഗീകാരം കിട്ടാനുള്ള സാഹചര്യമില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ പോലുമുള്ള അവസരമില്ലാത്തതുകൊണ്ട് ജനങ്ങൾക്ക് അയാളെ ബോധ്യമായിട്ടില്ല. ഇയാൾ ചെയ്തതായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇയാൾക്ക് വോട്ട് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള സംശയം വരും. അങ്ങനെയാണെങ്കിൽ സാർ, ഇപ്പം നമ്മൾ ഭരണത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുന്നുള്ളൂ. 5 വർഷത്തേക്ക് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ ചിലർ മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ വിടുന്ന ഒരു സംവിധാനം പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ല. പാർട്ടി കുറേയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പല പരിമിതികളും ഉണ്ട് താനും. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ മണ്ഡലങ്ങളിലും BJP പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളുകൾ ആ സ്ഥലത്ത് തന്നെ തുടരുക, അവിടെ തന്നെ പ്രവർത്തിക്കുക. അത് പക്ഷേ അത് BJP പറഞ്ഞു തരുന്നു. പക്ഷേ BJPക്കാർക്ക് തന്നെ അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ളൊരു സംശയം ധാരാളം പേർക്കുണ്ടായിട്ടുണ്ടാവും. അതാദ്യമായിട്ട് അത് അങ്ങനെ ചെയ്തതുകൊണ്ട് രാഷ്ട്രീയമായും സംഘടനാപരമായും പ്രയോജനമുണ്ടാകും എന്ന് തെളിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ചാത്തന്നൂരിൽ ഗോപകുമാറിൻ്റെ കാര്യം ഇത് തന്നെയാണ്. 10 വർഷമായിട്ട് അദ്ദേഹം അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം 10 വർഷമായിട്ട് ഞാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. 5 വർഷം കൊണ്ട് പലരും പ്രതീക്ഷിക്കുന്നത് 5 വർഷം ഞാൻ പ്രവർത്തിച്ചു, ഫലം കിട്ടിയില്ല, ഇനി കാര്യമില്ല എന്ന്. അങ്ങനെയല്ല. അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് നേരിട്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അത് ഫലം കിട്ടാതിരിക്കാം. അപ്പോൾ ഫലം നോക്കിയിട്ട് അടുത്ത തവണ എന്നെ തിരഞ്ഞെടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഇല്ല എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. കേരളത്തിൽ BJPയെ സംബന്ധിച്ചോളം ധാരാളം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം കേരളത്തിൽ ഒരു ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു കുറച്ചൊരു അതിനെ എന്താ പറയേണ്ടത്, ഒരു മാന്യതയുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. അത് എതിർ പാർട്ടികളുടെ രാഷ്ട്രീയ പ്രചരണം, അവരുടെ പ്രചരണമുണ്ട്. ആ കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും ഒന്നാണ്, ഒരുമിച്ചാണ്. ഇപ്പോൾ 80% ആളുകൾ ഇതിനെതിരായിട്ടുള്ള നിരന്തര പ്രചരണത്തിലാണ്. ഇപ്പോൾ RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാക്കിയിട്ടുള്ളൊരു ഇമേജ് ഭയങ്കര ഭീകരവാദി, വൃത്തികെട്ടവൻ
എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് RSS ഉണ്ടാക്കിയതാണോ? RSS ഉണ്ടാക്കിയതല്ല, മറ്റുള്ളവരുടെ പ്രചരണം കൊണ്ട് ഈ ഒരു ധാരണ കേരളത്തിലുണ്ടാക്കി. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ശരി, അയാൾ RSS ആണ്, ഇത് കോൺഗ്രസ് ആണ്, മറ്റേത് CPM ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണ്, എല്ലാവർക്കും ഒരു ഫെയർ ചാൻസ് തെളിയിക്കാനുള്ള അവസരം. ഇവിടെ തെളിയിക്കാനുള്ള അവസരം പോലും ഇല്ല. RSS എന്ന് കേട്ടാൽ ഉടനെ അതാണ് വേറൊരു വിഭാഗമാക്കി മാറ്റുകയാണ്. അത് BJPയോടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ നടത്തുന്ന പ്രസംഗങ്ങളിൽ സംഘപരിവാർ എന്നാണ് പിണറായി വിജയനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആദ്യം മുതൽ അവസാനം വരെ പ്രസംഗിക്കുന്നത്. ആ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസും CPM ഒക്കെ ഒറ്റക്കെട്ടാണ്. എന്ന് പറഞ്ഞാൽ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം. അപ്പോൾ ഒരാൾ ഒരു സംഘടനയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു ധാരണയാകുമ്പോൾ അത് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ബ്ലോക്ക് അദ്ദേഹത്തെ എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല? ഇപ്പോൾ ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ മാവൂദ്, അദ്ദേഹത്തെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു ഗവർണർ. അദ്ദേഹത്തിൻ്റെ അയോഗ്യത അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല, പകരം അദ്ദേഹം സംഘപരിവാറാണെന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല, കോൺഗ്രസ് ആണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല, സംഘപരിവാർ ആണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷനാണ്. ഈ നെറേറ്റീവ് കേരളത്തിലുണ്ടാക്കി ഇവർ രണ്ടുപേരും ചേർന്ന്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ നെറേറ്റീവ് ഓടില്ല, ഇവിടെ ഓടില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ മാറും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഇടയിൽ എൻ്റെ അടുത്ത് ഈ പ്രാവശ്യത്തെ IAS എക്സാമിനേഷന് 576 റാങ്ക് കിട്ടിയ ഒരു കുട്ടി സാറിനോട് ചോദിക്കാനൊരു ക്വസ്റ്റ്യൻ, അവരുടെ UPSC എക്സാമിനേഷന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതെനിക്കൊരു ഓഡിയോ മെസ്സേജ് ആയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ സാറിനെ ഒന്ന് കേൾപ്പിക്കുക. ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യമായതുകൊണ്ട് അപ്പോൾ തന്നെ ചോദിക്കുന്നു. സർ, ഞാൻ അസ്ല അൻവർ. ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിൽ 576ാമത്തെ ഓൾ ഇന്ത്യ റാങ്ക് നേടാൻ സാധിച്ചിരുന്നു. എനിക്ക് UPSC ഇൻ്റർവ്യൂവിന് നേരിടേണ്ടി വന്നൊരു ക്വസ്റ്റ്യൻ, അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് സാറിൻ്റെ ഭാഗത്തു നിന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ആദ്യം കാസ്റ്റ് സെൻസസിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പിന്നെ അതിന് ഫോളോ അപ്പ് ആയിട്ടാണ് കേരളത്തിലെ കമ്മ്യൂണൽ ഹാർമണിനെ പറ്റിയിട്ട് ചോദിച്ചിരുന്നത്. അപ്പോൾ കേരളം കമ്മ്യൂണൽ ഹാർമണി ഉള്ളൊരു സ്ഥലമാണോ, അങ്ങനെയാണെങ്കിൽ അതിന് കാരണം കേരളത്തിൽ കാസ്റ്റ് സിസ്റ്റം ഇല്ലാത്തതാണോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അപ്പോൾ എൻ്റെ മറുപടി ലൈക്ക് നമ്മൾ കാസ്റ്റ് സിസ്റ്റം ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം ഇവിടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ തന്നെയും ആ ഒരു കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കെ തന്നെ കമ്മ്യൂണൽ ഹാർമണി ഉള്ളൊരു സ്ഥലമാണ് കേരളം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റിനെ പറ്റിയിട്ട് സാറിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, കേരളത്തിൽ ഒരു വ്യത്യാസം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു വലിയ വ്യത്യാസം, ഈ കമ്മ്യൂണൽ ഹാർമണിയും കാസ്റ്റ് സിസ്റ്റവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. കാസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ കുട്ടി ഉദ്ദേശിക്കുന്നത് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാതിയാണ്. കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള സൗഹാർദ്ദമാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിനകത്തുള്ളൊരു സംഭവമാണ്. ഹിന്ദു സമൂഹത്തിനകത്ത് ജാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമ്മ്യൂണൽ ഹാർമണിയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ചോദിച്ച ആൾക്കാർ ഒന്നുകിൽ ഈ കുട്ടി മനസ്സിലാക്കിയ ചോദ്യവും അല്ലെങ്കിൽ അവർ ചോദിച്ച എവിടെയോ ഒരു ഡിസ്കണക്റ്റ് ഉണ്ട്. കാരണം കേരളത്തിൽ സാമുദായികമായിട്ടുള്ള വേർതിരിവുകൾ ഇല്ലാത്തത് കൊണ്ടാണോ കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം എന്നാണ് ചോദ്യമെങ്കിൽ അതിൽ സമുദായങ്ങൾ, മതസൗഹാർദ്ദം, മതപരമായിട്ടുള്ള വേർതിരിവില്ല എന്നുള്ളതാണ് അടിസ്ഥാനമെങ്കിൽ കേരളത്തിൽ ജാതീയമായിട്ടുള്ള വേർതിരിവില്ലാത്തതാണ് കാരണം. അത് കാരണം ജാതീയമായിട്ടുള്ള സ്പർദ്ധയില്ല, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള കലാപങ്ങളും. അപ്പോൾ ഈ ചോദ്യത്തിൽ കമ്മ്യൂണൽ ഹാർമണി എന്നുള്ള വേർഡ് അല്ല അവിടെ വേണ്ടത്. അല്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം ജാതി സ്പർദ്ധ. രണ്ടാമത്തെ കാര്യം കേരളത്തിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു വലിയ പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം. കേരളത്തിൻ്റെ ജനസാന്ദ്രതയുണ്ട്. ജനസാന്ദ്രതയും കേരളത്തിൽ സമുദായ അടിസ്ഥാനത്തിലല്ല ആൾക്കാർ താമസിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ഗ്രാമം ഇന്ന സമുദായത്തിൻ്റെ ആളാണ്, ഈ ഗ്രാമത്തിൽ ഇന്ന സമുദായമാണ്, മറ്റേ ഗ്രാമത്തിൽ അവിടെ ഗ്രാമങ്ങൾ രൂപപ്പെട്ടത് അങ്ങനെയാണ്. ജാട്ട് സമുദായം അങ്ങനെയാണ്. അപ്പോൾ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമങ്ങൾ. ഈവൻ സിറ്റീസിൽ പോലും ഒരു പ്രത്യേക ഏരിയ ഇന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്, ഒരു പ്രത്യേക ഏരിയ വേറൊരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്.
കേരളത്തിൽ അങ്ങനെയല്ല. കാരണം കേരളത്തിൽ മിക്സ്ഡാണ്. നമുക്ക് അത്ര ഏരിയ ഇല്ലല്ലോ ഒരു ഗ്രൂപ്പ് അതിന് വേണ്ടി എടുക്കാൻ. രണ്ടാമത്തെ കാര്യം, മറ്റ് സംസ്ഥാനങ്ങളിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ ഉറുദു മീഡിയം സ്കൂളുകൾ സെപ്പറേറ്റ് ഉണ്ട് പല സ്ഥലങ്ങളിൽ. അതുകൊണ്ട് അവർ പൊതുസമൂഹമായിട്ട് ഇടപഴകുന്നത് വളരെ കുറവാണ്. ഇപ്പം എന്നോട് തന്നെ എൻ്റെ ചില സുഹൃത്തുക്കളായിട്ടുള്ള മറ്റാൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതകാലത്തെ സ്കൂൾ ജീവിതകാലത്തെ മുഴുവൻ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു മുസ്ലിം സുഹൃത്തില്ല. കാരണം എൻ്റെ ക്ലാസ്സിൽ മുസ്ലിം ഇല്ലായിരുന്നു. കാരണം ഒരു പ്രദേശം മുഴുവൻ മറ്റുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ മുസ്ലിം സമൂഹം. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ എല്ലാ കുട്ടികളും ഒരേ സ്കൂളിൽ എല്ലാ സമുദായങ്ങളിലും എല്ലാ മതങ്ങളിലും പെടുന്ന ആൾക്കാർ പഠിക്കും. ഈ വ്യത്യാസങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് കേരളത്തിൽ ഈ സംഘർഷം ഇല്ലാതാവുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി കമ്പാരറ്റീവ്ലി വെൽ ഓഫാണ്. ഈ സംഘർഷം ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, സംഘർഷത്തിൽ നഷ്ടം സംഭവിക്കുന്ന ആളുകൾ, ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ആളുകൾക്ക് നഷ്ടം സംഭവിക്കാനില്ല. ഇവിടെ എല്ലാവർക്കും നഷ്ടം സംഭവിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും, അങ്ങനെ നഷ്ടത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തരുത്. അതൊരു പ്രധാന പോയിന്റാണ്. ഇപ്പോൾ മദനിയുടെ ഒരു ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായത് എവിടെയാണ്? തെക്കൻ കേരളത്തിലാണ്. വടക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലയിൽ തീരെ ഉണ്ടായില്ല. അർത്ഥത്തിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം ഞാൻ വിലയിരുത്തുന്നത്, തെക്കൻ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി വടക്കൻ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയേക്കാൾ അന്നത്തെ കാലത്ത് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമായിരുന്നു. അപ്പോൾ തെക്കൻ കേരളത്തിലെ കുറേ ആളുകൾ ബഹളം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടെന്നിരിക്കട്ടെ, മദനിക്ക് അവരെ ഉത്തേജിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ അവരിറങ്ങി. അപ്പോൾ ഇതുപോലെയുള്ള പല ചരിത്രപരമായ കാരണങ്ങളുണ്ടാവും. അത് ഈ ചോദ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ കാസ്റ്റ് സെൻസസും അതിൻ്റെ ചോദ്യം എങ്ങനെ വന്നു എന്നുള്ളത് അറിഞ്ഞാലേ എനിക്കും കൃത്യമായിട്ട് പറയാൻ പറ്റും.